DMKയുടെ അഭിപ്രായം പറയാൻ ഇളങ്കോവൻ എന്താണ് അധികാരമെന്ന് PV അൻവർ ചോദിച്ചു. ഇളങ്കോവൻ എങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് അവിടെ നിന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. DMK പിന്തുണ തന്നു എന്ന് പറയാൻ ആയിട്ടില്ല എന്നും PV അൻവർ പ്രതികരിച്ചു. ആര് പറഞ്ഞു അദ്ദേഹം ഔദ്യോഗിക വക്താവാണ് എന്ന് പറഞ്ഞതിന് എന്താ നിങ്ങളുടെ അടുത്ത് എന്തിന്റെ ബേസിലാണ്? ആയിക്കോട്ടെ, ഈ വിഷയം പറയാൻ അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെടുത്തി എന്നുള്ളതിന് എന്താണ് പത്രക്കാരുടെ കയ്യിലെ തെളിവ്? ഞാൻ അങ്ങനെ നെഗറ്റീവായി ചോദിക്കില്ല, നെഗറ്റീവായിട്ടല്ല ചോദ്യം. എന്തുണ്ട്, എന്തടിസ്ഥാനത്തിൽ? ഞാൻ പറഞ്ഞോ DMK പിന്തുണ തന്നു? ഇതുവരെ ഞാൻ പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞതാണ്. ഞാനത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും നിഷേധിക്കുന്നില്ല. DMK പിന്തുണ ഒന്നും എന്ന് എനിക്ക് പറയാനായിട്ടില്ല. അതാ പറയേണ്ടത് ആ പാർട്ടിയാണ്, ഞാനല്ല. ആ പാർട്ടി അതിന്റെ സമയം വരുമ്പോൾ അത് പറയും. അതാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്നു. BJPയും CPIMും അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണ ഉണ്ടാക്കുമെന്നും PV അൻവർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ 30 സീറ്റോളം CPIM BJP പരോക്ഷ ധാരണയുണ്ടാകും. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് BJPയെ ആക്രമിക്കാത്തതാണ്. പാലക്കാട് BJPയും CPIMും 2.72% വ്യത്യാസം മാത്രമാണ് ഉള്ളത്. 2000 വോട്ട് CPIMൽ BJPക്ക് ലഭിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. BJPയെ സംബന്ധിച്ച് വലിയൊരു നല്ല കച്ചവടമാണ്, ലാഭകരമായ കച്ചവടമാണ്. ഈ പറയുന്ന തൃശ്ശൂരിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ അജിത് കുമാറിനാണ് സാധിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിന്റെ നിയമസഭയിൽ വീണ്ടും ഒരു സീറ്റ് കൊടുക്കാൻ പോവാണ് പാലക്കാട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൃത്യമായും BJPയുമായി ഉണ്ടാക്കിയ കരാറ്. ആ കരാറ് തന്നെ BJPയുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ഒരു 1.5-2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോകുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ ഒരു ബോഗിയിൽ ഞങ്ങൾ യാത്ര ചെയ്ത്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ട്. അവരെന്താ പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ 2036 ഭരണത്തിലേറാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ 2031 2026 36 31 2026 തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നത് 25 സീറ്റ് ടു 35 സീറ്റാണ്. അത് ഞങ്ങൾ നേടുമെന്ന് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 7 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട 2031 തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരുന്ന പറയുന്നത്. അതാണ് അവരുടെ സ്ട്രാറ്റജി. ഇപ്പൊ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും പാർട്ടി എടുക്കുന്ന നിലപാടും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം അത് കാണാൻ കഴിയും. നിയമസഭയിലെ ഇരിപ്പിടം മാറ്റിയെന്ന്